ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ പുതിയൊരു ഡ്രസ്സാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പം ഇതാണ് മെറ്റീരിയൽ വന്നിട്ട് ഒരു പീച്ച് കളറിലുള്ളൊരു മെറ്റീരിയലാണ്. അതിനകത്ത് ഈ ഒരു ത്രെഡ് വർക്കും ഉണ്ട്, പിന്നെ ചെറിയ സീക്വൻസുകളും ഉണ്ട് കേട്ടോ അതിനിടയിൽ കൂടി. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. സോ ഞാനിതിന് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. അപ്പം ടോട്ടൽ ഇതിപ്പം ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ഞാൻ 3 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്ലിറ്റഡ് ടോപ്പാണ് ഉദ്ദേശിക്കുന്നത്, ഒരു പലാസോ പാൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ല, അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും അറിയത്തില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ ഇന്ന് നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടല്ല ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പാകമായിട്ടുള്ള പഴയ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാം, എന്നിട്ട് അതിൻ്റെ മെഷർമെൻറ്റിലാണ് കേട്ടോ നമ്മളിന്നത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ എനിക്ക് പാകമായിട്ടുള്ള എൻ്റെ ഒരു ടോപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. കറക്റ്റ് നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ അയൺ ചെയ്ത് നീറ്റാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് കറക്റ്റ് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കറക്റ്റ് രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പാകമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് എൻ്റെ ആ ടോപ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടായി മടക്കി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ലൈനിങ് ആയതുകൊണ്ട് ഈ ടോപ്പിൻ്റെ ലെങ്ത്തിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. മെയിൻ മെറ്റീരിയലിന് കുറച്ചുകൂടെ നീളം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സെയിം ലെങ്ത്തിൽ തന്നെ ലൈനിങ് എടുക്കുന്നത്. ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ഒന്നിച്ചല്ല നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തത്. ഇപ്പം ഈ വെച്ചിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഫുള്ളായിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫുള്ളി ഞാൻ മാർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ചെരിവ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് വരച്ചെടുത്തിരിക്കുന്നത്. ഈ ടോപ്പിനനുസരിച്ച് കറക്റ്റായിട്ട് തന്നെ വരച്ചെടുത്ത് ലാസ്റ്റ് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം വിചാരിച്ചു. പിന്നെ ഇവിടം വരെയാണ് ഷോൾഡർ വരുന്നത്, അതും കറക്റ്റ് മാർക്ക് ചെയ്തു. പിന്നെ ആം ഹോള് ഇവിടെ എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്, അതും അവിടെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫുള്ള് ഇതുപോലെ ഒന്ന് താഴെ വരെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്നും ഈ ടോപ്പ് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അത് മാറ്റിയെടുത്ത് കഴിയുമ്പം ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തത് കാണുക. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ആയിരിക്കും കേട്ടോ. എനിക്കിപ്പം ചെസ്റ്റിന് വേണ്ടത് 9 ഇഞ്ചസാണ്, അതാണ് ഇവിടെ കറക്റ്റ് ഇവിടെ ആയിട്ടായിരിക്കും വരിക. 9 ഇഞ്ചസ് കറക്റ്റ് ഉണ്ട്. വേസ്റ്റ് വേണ്ടത് 8.5 ഇഞ്ചസാണ്, അത് കറക്റ്റായിട്ട് കിടപ്പുണ്ട്. പിന്നെ ഹിപ്പിന് വേണ്ടതും 9 ഇഞ്ചസാണ്, അതും കറക്റ്റായിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇത് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിനെ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഷോൾഡർ എൻഡ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണല്ലോ. അപ്പം ഇവിടുന്ന് ഞാനൊരു 1.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇടുവാണ് കേട്ടോ. 1.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടു. താഴേക്ക് കിടക്കുന്നത് 7 ഇഞ്ചിലാണ് ഈ ആം ഹോള് എൻഡ് ചെയ്യുന്നത്. അപ്പം അത് തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോഴാണ് 7 ഇഞ്ച് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു 6.5 ഇഞ്ച് എടുക്കാം. തയ്ച്ച് കഴിയുമ്പം 7 ഇഞ്ച് ആകുമല്ലോ. 6.5 ഇഞ്ചിലാണ് ഇങ്ങനെ മാർക്ക് ചെയ്തത്. ഇതിൻ്റെ ഉള്ളിലൊരു കേർവും കൂടെ വരച്ചു കൊടുക്കാവേ. ഓക്കെ, ഇനി താഴ്ഭാഗത്തേക്ക് നമുക്ക് മൊത്തത്തിലൊരു 2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുക്കാം. താഴ്ഭാഗം വരെ 2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇത് ഫുള്ളൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റിലുള്ള നമ്മളിപ്പം തയ്യൽ തുമ്പ മാർക്ക് ചെയ്ത ലൈനിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടായിട്ട് മെയിൻ മെറ്റീരിയൽ ഞാനിപ്പോൾ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിനുള്ള ഭാഗം ഞാൻ താഴേക്ക് ഇങ്ങനെ എക്സ്ട്രാ ഇട്ടേക്കുവാണ് കേട്ടോ. അല്ലാണ്ട് ബാക്കിയുള്ള ഭാഗമാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. നമ്മളിപ്പം കട്ട് ചെയ്തെടുത്ത ഈ ഒരു ലൈനിങ് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇറക്കം ലൈനിങ്ങിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ വേണം. അപ്പോൾ ഞാനൊരു കണ്ടില്ലേ കുറച്ച് കയറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മെയിൻ മെറ്റീരിയൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 47 ഇഞ്ച് ഇറക്കത്തിലാണ്. തയ്ച്ച് വരുമ്പോൾ ഒരു 46 അല്ലെങ്കിൽ 45 ഇറക്കം എനിക്ക് കിട്ടും. ആ ഒരു ഇറക്കത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കൂടെ എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ എക്സ്ട്രാ ഇറക്കം വേണമെങ്കിൽ അത് കൂട്ടിയെടുക്കുക കേട്ടോ. അതിന് ശേഷം ഇനി നമുക്കിതിനനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഈ മെയിൻ മെറ്റീരിയലും ഈ ലൈനിങ്ങും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് ചുറ്റോട് ചുറ്റും ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കാം, എന്നിട്ട് വേണം ചുറ്റോട് ചുറ്റും ഒന്ന് അടിച്ചെടുക്കാൻ. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ ചെയ്തെടുക്കാം. സോ അപ്പം 2 പീസസ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം. സോ ഇതുപോലെ ഒരു പീസ് ക്യാൻവാസ് എടുത്തതിന് ശേഷം അത് 2ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. മുകൾ ഭാഗം ഞാനൊന്ന് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് ഇതിനകത്തേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ കഴുത്തിന് അകലം എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. ആ 3.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് വേണ്ട ഇറക്കം വന്നിട്ട് 6 ഇഞ്ചാണ്. ആ 6 ഇഞ്ചും കൂടെ താഴത്തേക്ക് മാർക്ക് ചെയ്തു. അപ്പോൾ താഴത്തേക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്താണ് ഇവിടെ. ഇനി ഇവിടുന്ന് ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1.5 ഇഞ്ച് വിട്ടിട്ടൊന്ന് മാർക്ക് ചെയ്യുവാണേ. നമുക്കിവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയും കൂടെ ചെയ്യാം. എടുത്തു. അതിന് ശേഷം ഈ മുകളിൽ വരച്ച ഇതും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ചെരിഞ്ഞായിരിക്കും നമുക്ക് ഒരു ഷേപ്പ് വരിക. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എൻ്റെ നെക്ക് ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഈ ഒരു ഡ്രസ്സിന് ഞാൻ കൊടുക്കുന്ന നെക്ക് പാറ്റേൺ വന്നിട്ട്. ഇനി ഈ ഒരു ലൈനിങ് പീസിലേക്ക് നമ്മൾ ഈ ക്യാൻവാസ് പേസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. മടക്കിയിട്ട് ഇവിടെ ഒന്ന് ഫോൾഡ് ഇട്ട് കൊടുത്താൽ മതി, സോറി ഒരു കട്ടിട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ താഴ്ഭാഗത്ത് ഇതിൻ്റെ സെൻറ്ററും കൂടി അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെടുത്ത മെഷർമെൻറ്റ് 3.5 ഇഞ്ചായിരുന്നല്ലോ. അപ്പം ഈ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും ആ 3.5 ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, 2 ഭാഗത്തേക്കും ഒരുപോലെ. ഇത് കറക്റ്റ് ഈ അളവിനനുസരിച്ച് ഈ അളവിലേക്ക് കറക്റ്റായിട്ട് നമ്മുടെ ക്യാൻവാസ് വെച്ചതിന് ശേഷം കുറച്ചൊരു 1/2 ഇഞ്ച് ഇറക്കി വെക്കണം കേട്ടോ, നമുക്ക് ഷോൾഡറും കൂടെ ജോയിൻ ചെയ്യാനായിട്ട്. അതിന് ശേഷം കറക്റ്റായിട്ട് ഇവിടെയും കൂടെ സെൻറ്ററാണ് ശ്രദ്ധിക്കുക. ഇനി നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിതിപ്പം പേസ്റ്റ് ചെയ്ത് കറക്റ്റ് അളവിനനുസരിച്ച് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഈ കുറച്ചുള്ള ഭാഗം ഇതിനകത്തേക്ക് ക്യാൻവാസിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ചുറ്റോട് ചുറ്റും ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള പീസ് എടുക്കുക. നമ്മൾ രണ്ടും ഒരുപോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതിൽ ഏതെങ്കിലും ഒരു പീസ് എടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. നമ്മളിനി കഴുത്ത് നെക്കിൻ്റെ ക്യാൻവാസ് നമ്മൾ ഇതിലേക്ക് വെച്ച് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ ഇതാണ് സെൻറ്റർ കണ്ടുപിടിച്ചത്. നമ്മുടെ ക്യാൻവാസ് ഇതിനനുസരിച്ച് പേസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഫുള്ള് അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാൻവാസിൻ്റെയും സെൻറ്റർ ഉണ്ടല്ലോ, അത് കറക്റ്റ് ഇവിടെയായിട്ട് ഇങ്ങനെ വെക്കുക. ഇനി നമുക്കിത് പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തൂടെ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ ചെറിയ കട്ടുകളും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചെടുക്കാം. സോ അപ്പോൾ നമ്മൾ കഴുത്ത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പതിച്ചടിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് നെക്കിലേക്കുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിന് ഞാൻ ക്യാൻവാസ് അല്ല കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ഞാനിതിപ്പോൾ 2ആയിട്ട് മടക്കി ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് 3.5 ഇഞ്ചാണല്ലോ ഞാൻ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തത്. അപ്പം ഇവിടെ വരുമ്പോൾ 3.5 ഇഞ്ചല്ല എടുക്കുന്നത്, 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് 3.5 ഇഞ്ച് ആയിക്കോളും. 3.25 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഞാൻ ഇറക്കം എടുക്കുന്നത് ഒരു 3 ഇഞ്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. 3 ഇഞ്ച് ഇറക്കം കൂടെ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്വയർ ഒന്ന്
വരച്ചെടുക്കുവാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇനിയൊരു കേവും കൂടെ വരച്ചെടുക്കുന്നുണ്ടോ കട്ട് ചെയ്യുന്ന തരത്തിൽ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബാക്കിലേക്ക് വെച്ച് മറിക്കാനുള്ള പീസും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസ് എടുത്തു. അതിൻ്റെയും കറക്റ്റ് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, നേരത്തെ നമ്മൾ കണ്ടെത്തിയ പോലെ തന്നെ. എന്നിട്ട് അവിടുന്ന് 2 ഭാഗത്തേക്കും ഇപ്പോൾ അടയാളപ്പെടുത്തിയ 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കുമായിട്ട്. എന്നിട്ട് ഈ അളവിനനുസരിച്ച് കറക്റ്റ് ഇത് പ്ലേസ് ചെയ്യാനാണ് കേട്ടോ വേണ്ടത്. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് പിന്നൂത്തി വെക്കാം. വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രസ് രീതിയിൽ ഇതിന് ചുറ്റും ഇങ്ങനെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റേത് ചെയ്ത പോലെ തന്നെ ഉൾഭാഗത്തെ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് മറിച്ചടിക്കുവാണ്. അപ്പോൾ നമ്മൾ നെക്കെല്ലാം ഫുൾ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെരിച്ച് വരച്ചെടുക്കാം. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. 1/2 ഇഞ്ചാണ് നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നത്. അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. രണ്ടിൻ്റെയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിൻ്റെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യാണ്. അപ്പം ഇവിടെ നെക്കൊക്കെ നമ്മൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നെക്ക് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും മോശം വശങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഇതിലൂടെ നമ്മൾ ഈ സൈഡ് ചേർത്ത് ചെറിയൊരു അടിപ്പിങ്ങനെ കൊടുക്കാം. അതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ തയ്യൽ തുമ്പ് പുറത്തേക്കാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങോട്ടിട്ടതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിലൂടെ ഒരടിപ്പ് കൂടി ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് മതി, അധികം തയ്യൽ തുമ്പിടണ്ട, അടുത്തൂടെ തന്നെ അടിച്ചാൽ മതി. ഇങ്ങനെ അങ്ങ് അടിച്ചെടുക്കാം. നമ്മുടെ തയ്യൽ തുമ്പൊക്കെ ഉള്ളിൽ പോകുന്ന രീതിയിൽ നമുക്ക് മറിഞ്ഞ് കിട്ടും. അപ്പോൾ കഴുത്ത് അടിച്ചൊരു സന്ദർഭത്തിൽ മറ്റേ പോലെ വൃത്തിയായിട്ട് അടിക്കാണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ നമുക്ക് ഷോൾഡർ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് സ്ലീവ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മളൊരു ചുരിദാർ വെച്ചിട്ടായിരുന്നല്ലോ കട്ട് ചെയ്തെടുത്തത്. അതേ മെഷർമെൻറ്റ് തന്നെ മതിയെങ്കിൽ, നെക്കൊക്കെ അതേ മെഷർമെൻറ്റ് തന്നെയാണ് എടുത്തതെങ്കിൽ അത് തന്നെ വെച്ചിട്ട് അപ്പം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം അല്ലാണ്ട് അളവെടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനത് കണ്ടുപിടിച്ചത് ഞാനിതിപ്പം ഇട്ട് നോക്കി. അതിന് ശേഷം ഞാനവിടെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്തോരം വേണമെന്നുള്ളത്. അപ്പം ഇവിടെയാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പം ഇത്രയാണ് ഷോൾഡർ വേണ്ടത്. അപ്പം ഞാൻ കുറച്ചുകൂടെ കൂട്ടിയിട്ട് ഇപ്പം എനിക്ക് മാർക്ക് ചെയ്ത് വെച്ചത് എനിക്ക് വേണ്ടത് ഒരു 2.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാനൊരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യും. അതിന് ശേഷം അടിക്കുക. അപ്പോൾ അടിച്ച് കഴിയുമ്പോൾ നമുക്കിത് ഒരു 2.5 ഇഞ്ചിലോട്ട് തന്നെ വരും. ഇവിടെ 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അതിന് ശേഷം താഴേക്ക് ഇതുപോലെ എത്രയാണോ ഇറക്കം വേണ്ടത് അത് മാർക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ വെച്ച് നോക്കിയപ്പം 6.5 ഇഞ്ചല്ലേ കണ്ടത്, തയ്ച്ച് കഴിഞ്ഞപ്പം 7 ഇഞ്ചല്ലേ വന്നത്. അപ്പം 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇങ്ങനെ തന്നെ വെച്ചിട്ട് ടേപ്പ് ഇങ്ങനെ ആക്കിയാലും മതി. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങോട്ട് ചെയ്യാണ്ട് കിട്ടും. ഇങ്ങോട്ടും കൂടി ഇതുപോലെ ഒരു സ്ക്വയർ പോലെ വരച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു ഷേപ്പും കൂടെ വരച്ചെടുക്കാം. ഫ്രണ്ടിലെ നെക്കിന് വേണ്ടി നമുക്കൊരു ഇത്തിരി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ മാത്രം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്താൽ മതി. സോ ഇതുപോലെ തന്നെ ഈ ഭാഗവും മാർക്ക് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ടിലെ പീസ് മാത്രം ഇങ്ങനെയൊന്ന് പൊക്കി പിടിക്കുക. ഫ്രണ്ടിലെ പീസും ലൈനിങ്ങും മാത്രം. അതിന് ശേഷം കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇതുപോലെ തന്നെ ഈ വശം കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു കുറച്ച് ലൂസായിട്ട് താഴേക്ക് ഫുൾ സ്ലീവാണ് ഉദ്ദേശിക്കുന്നത്. താഴ്ഭാഗത്തെ കുറച്ച് ലൂസായിട്ട് ഏകദേശം ഒരു പാകിസ്ഥാനി സ്ലീവ് ഉണ്ടല്ലോ അതേ മോഡൽ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നോക്കാം. ഇപ്പം എനിക്കിത് ടോട്ടൽ ലെങ്ത് ഉള്ളത് 20 ഇഞ്ചാണ് കേട്ടോ. ഒരു 3.5 ഇഞ്ച് ഇറക്കി നിന്ന് മാർക്ക് ചെയ്യാവേ. എന്നിട്ട് ഒരു 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ വരുന്ന കേവ് വരച്ചെടുക്കുവാണേ. സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു കേവ് നമുക്ക് വരച്ചെടുക്കാം. സോ അപ്പം ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ചാണ് ഇറക്കി. ഈ ഒരു ഇറക്കം 3.5 ഇഞ്ചാണ്. അതിന് ശേഷം ഇതുപോലെ ഒരു കേവും കൂടെ ഒന്ന് വരച്ചെടുത്തു. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്യുവാണ്. അപ്പം താഴ്ഭാഗത്ത് വന്നിട്ട് ഞാനൊരു 8.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 8.5 ഇഞ്ച് എനിക്ക് വേണം. 8.5 ഇഞ്ച് വേണം. പിന്നെ തയ്യൽ തുമ്പായിട്ട് ഞാനൊരു 1 ഇഞ്ചും കൂടെ കൊടുക്കുവാണേ. ഇവിടെ ഞാനൊരു 1 ഇഞ്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് വന്നിട്ട് നമ്മളൊരു ഇവിടെ 9.5 ഇഞ്ചാണല്ലോ എടുത്തത്. അതിൽ നിന്നും ഒരു 1.5 ഇഞ്ച് കുറച്ചിട്ട് ഒരു 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് ഇവിടുന്ന് താഴേക്കും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഇവിടെ ഒരു 1.5 ഇഞ്ച് ഒന്ന് കയറ്റി മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇതും കൂടി ഇങ്ങനെയൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. 1.5 ഇഞ്ചാണ് നമ്മളിവിടെ കയറ്റി മാർക്ക് ചെയ്തത്. അതിന് ശേഷം ഇവിടെ കൂടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് ഫുള്ള് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ഇതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ മെയിൻ മെറ്റീരിയലിനുള്ള പീസാണ്. അത് ഞാൻ കറക്റ്റായിട്ട് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിപ്പോൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തല്ലോ, അത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഇതേ അളവിൽ തന്നെ നമുക്കിതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പം കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം സ്ലീവിൻ്റെ നല്ല വശമാണ്. ഈ നല്ല വശത്തേക്ക് നമ്മുടെ ലൈനിങ് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. അതിന് ശേഷം ഈ താഴ്ഭാഗം ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. 2 സ്ലീവും അതുപോലെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ 2 ഞാൻ താഴ്ഭാഗം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ അടിച്ചെടുത്ത ഭാഗം ഇങ്ങനെ മറിച്ചെടുക്കുവാണ്. അടിച്ചെടുത്തത് ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ട് കറക്റ്റ് ഈ താഴ്ഭാഗത്തൊരു അടിപ്പും കൂടെ കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി വന്നിട്ട് നമുക്ക് ഇതിൻ്റെ 2ൻ്റെയും സ്ലീവ്സ് ഇതിലേക്കൊന്ന് ജോയിൻ നമ്മുടെ മെയിൻ മെറ്റീരിയൽ ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മുടെ സ്ലീവ്സ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റ് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ മടക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് സെൻറ്റർ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ 2ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുത്താൽ സെൻറ്റർ കിട്ടും. അതിന് ശേഷം സെൻറ്റർ ഇവിടെ ഇതുപോലെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ വെച്ചിരിക്കുന്നത് നല്ല വശം ചേർന്ന രീതിയിലാണ്. ഇതുപോലെ വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് അടിച്ചു തുടങ്ങി ഇങ്ങോട്ടേക്കും ഈ ഭാഗത്തേക്കുമായിട്ട് ഇതിങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവ്സ് സെറ്റാക്കിയിട്ട് അതുപോലെ 2 വശം ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്ലീവ്സൊക്കെ അടിച്ചിട്ട് ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ്സ് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 അടിപ്പുകളുണ്ടല്ലോ സ്ലീവിൻ്റെ, ഇത് 2ഉം ഒന്നിച്ച് വരണം കേട്ടോ. ഇല്ലെങ്കിൽ അത് നല്ല വൃത്തികേടായിരിക്കും. അത് 2ഉം ഒന്നിച്ചായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ വെച്ച് വേണം അതൊന്ന് പിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലെ മെഷർമെൻറ്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് സ്ലിറ്റ് എത്ര ഇറക്കത്തിലാണോ വേണ്ടത് ആ ഒരു മാർക്കിംഗ് ആണ് കേട്ടോ നടത്തേണ്ടത്. അപ്പോൾ എനിക്കിതിൽ സ്ലിറ്റിൻ്റെ ഇറക്കം വേണ്ടത് 18.5 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ ഈ ഷോൾഡർ അടിച്ചല്ലോ, ആ അടിപ്പിൻ്റെ അവിടം തൊട്ട് വേണം, ഏറ്റവും ടോപ്പ് തൊട്ടല്ല, ആ അടിപ്പിൻ്റെ അവിടം തൊട്ട് താഴേക്ക് നോക്കുക. എന്നിട്ട് 18.5 കറക്റ്റ് നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. 18.5 എനിക്ക് വേണ്ടത്, അതുകൊണ്ട് ഞാനിവിടെ 18.5 കറക്റ്റ് മാർക്ക് ചെയ്തു. 2 സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്യുക കേട്ടോ.
രണ്ട് ഭാഗത്ത് ഞാനിപ്പം എനിക്ക് വേണ്ട സ്ലിറ്റിട്ട് ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും വേസ്റ്റും ഹിപ്പും കൂടെ ഇതിനകത്തേക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഞാനൊരു ടക്ക് കൊടുക്കുന്നതുകൊണ്ട് ഈ ഷേപ്പിൻ്റെ അത്രയും തന്നെ ഇങ്ങനെ കയറ്റി വരയ്ക്കുന്നില്ല കേട്ടോ. ടക്ക് കൊടുക്കാനുള്ള ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാനിതൊന്നിങ്ങനെ വരച്ചെടുക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് താഴ്ഭാഗത്ത് നമ്മൾ ബോഡി പാർട്ട് ഇപ്പം മെഷർമെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ സ്ലീവിൻ്റെയും കൂടെ ചെയ്യാം. സോ ഇതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് കയറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ 8.5 ഇഞ്ചായിരുന്നാലും എടുത്തത്. അപ്പം ആ 8.5 ഇഞ്ച് അതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. കുറച്ച് ലൂസായിട്ട് നിൽക്കുന്ന രീതിയിലാണല്ലോ, ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. 2 സ്ലീവ് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് നമ്മളിപ്പം ഈ സ്ലിറ്റിൻ്റെ ഇവിടെ മാർക്ക് ചെയ്തല്ലോ, ഇവിടെ വരെ കൊണ്ടുപോയി അടിച്ച് കെട്ടിട്ട് നിർത്താം. സൈഡ്സ് ഇപ്പം നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യலாம் കേട്ടോ. അതിനു വേണ്ടി ടോപ്പ് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ നടുവേ ഒന്ന് മടക്കിയിടാം. നമ്മളിപ്പോൾ സൈഡ് ഓപ്പൺ അടിച്ച ഈ 2 സ്റ്റിച്ചും ഒരുപോലെ ഇങ്ങനെ വെക്കാം കേട്ടോ. കറക്റ്റ് ഒരുപോലെ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം നാല് പീസുകൾ ഒരുപോലെ ഇങ്ങനെ വെക്കുക കേട്ടോ. ഇതിപ്പം കറക്റ്റായിട്ട് ഞാൻ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിൽ എനിക്ക് താഴ്ഭാഗത്ത് വേണ്ട, സൈഡ് ഓപ്പണിൻ്റെ താഴ്ഭാഗത്ത് വേണ്ട അകലെന്ന് പറയുന്നത് എനിക്കൊരു 10 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ആ 10 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുവാണേ. ഇത് എല്ലാ പീസിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ആ 10 ഇഞ്ച് കറക്റ്റായിട്ട്. സോ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സൈഡ് നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടിക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് അടിക്കുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 4 പീസുകളും ഒരുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പുള്ളി കട്ട് ചെയ്ത് ഞാൻ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് നിവർത്തിയിടാം. നമ്മളിത് അടിക്കാനുള്ള തരത്തിലൊന്ന് മടക്കി വെക്കുവാണ്. അപ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ അകലത്തിനനുസരിച്ച് 10 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ആ മാർക്കിങ് ഇവിടെയുണ്ട്, മുകളിൽ ഈ അടിപ്പുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കാം. എന്നിട്ട് പിൻ ചെയ്ത് വെക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. താഴ്ഭാഗത്തെ പീസും ഇതിനൊപ്പം തന്നെ ഒന്ന് മടക്കിയെടുക്കാം. ഉള്ളിലേക്ക് അങ്ങ് മടക്കി വെക്കുക. ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ഒപ്പത്തിനായിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി അത് നമുക്ക് ഇതുപോലെ തന്നെ പിൻ ചെയ്ത് വെക്കാം. ഇതുപോലെ തന്നെ ഇതിൻ്റെ മറു സൈഡ് ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ സൈഡിൽ കൂടെയാണ് അടിക്കേണ്ടത്. ഇതിങ്ങനെ അടിച്ചടിച്ച് ഇവിടെ ഈ മുകളിൽ കോർണറിൽ എത്തിയിട്ട് മറുഭാഗത്തേക്ക് കടന്ന് സൈഡിൽ കൂടെ തന്നെ അടിച്ച് ഇവിടം വരെ കൊണ്ട് എത്തിക്കുവാണ്. 2 വശം അതുപോലെ ആദ്യം ഒന്ന് അതിപ്പം സൈഡ് ചേർത്ത് ഞാൻ ഫുള്ള് അടിച്ചെടുത്തിട്ടുണ്ട്. 2 ഭാഗം ഇതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മടക്കി അടിക്കുകയാണ് വേണ്ടത്. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള പീസസ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കളയണം. അപ്പം മടക്കി അടിക്കാനുള്ളത് മാത്രം വിട്ടിട്ട് അത്രയും തയ്യൽ തുമ്പ് മാത്രം വിടുക. എന്നിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുവാണ്.